ഇന്ത്യയിലെ മാനേജ്മെന്റ് പരിശീലന രംഗത്ത് അതിശ്രേഷ്ഠമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിലൊന്നായ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓന്റർപ്രണർഷിപ്പ് സൈം എന്ന മാനേജ്മെന്റ് പരിശീലന സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ പ്രൊഫസർ ജെ ഫിലിപ്പ്. ജംഷഡ്പൂരിലെ ഈശോ സഭയുടെ സ്ഥാപനമായ XLRI ഫാക്കൽറ്റിയായും പിന്നീട് ഡീനായും സേവനം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഇതാ 60 വർഷങ്ങൾ പിന്നിടുന്നു. റാഞ്ചി സെയിൽ കോളേജിൽ പ്രിൻസിപ്പൽ സ്റ്റാഫ്, ഒബ്റോയ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഇദ്ദേഹം പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM-ന്റെ ഡയറക്ടർ പദവിയിലും എത്തിച്ചേർന്നു. ബാംഗ്ലൂർ IIM-നെ മികവിലേക്ക് കൈപിടിച്ചു നയിക്കുന്നതിൽ പ്രൊഫസർ ഫിലിപ്പ് ഏറെ പങ്കുവഹിച്ചു. മാനേജ്മെന്റ് പരിശീലന രംഗത്ത് ശ്രദ്ധേയമായ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും ഇദ്ദേഹം തയ്യാറാക്കി സമൂഹത്തിനു നൽകി. കേരളത്തിലെ വിവിധ രൂപതകളിൽ യുവജനങ്ങൾക്കായി ആരംഭം കുറിച്ച മാനേജ്മെന്റ് പരിശീലന കേന്ദ്രങ്ങളുടെ പിന്നണിയിലും പ്രൊഫസർ ജെ ഫിലിപ്പിന്റെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമാണ്. തികഞ്ഞ ദൈവാശ്രയത്തിലും കത്തോലിക്ക വിശ്വാസബോധ്യങ്ങളിലും ആരംഭം കുറിച്ച തൻ്റെ സൈം എന്ന മാനേജ്മെന്റ് പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ചും ദൈവിക പരിപാലനയെക്കുറിച്ചും പ്രൊഫസർ ജെ ഫിലിപ്പ് ഹൃദയം തുറന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. പ്രൊഫസർ, നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ പ്രൊഫസറിൻ്റെ പഠനത്തിലും ജോലികളും IIM-ന്റെ ആദ്യത്തെ കാത്തലിക് ഡയറക്ടർ ആയതും എല്ലാം കേട്ടു. Can you tell us a little more about സൈം? ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതെൻ്റെ ക്രിയേഷൻ അല്ല, അത് അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ്. പറയാം. ഈ മരിയ മദ്രാസിലാണ് പഠിക്കുന്നത്, മാസ്റ്റേഴ്സിന് HR. സമ്മറിൽ, ദാറ്റ് വാസ് 86 സമ്മർ, ഷീ കെയിം ഹോം. ഷീബ വാസ് ഓൾസോ ഹിയർ. അപ്പോൾ പിള്ളേർ പറഞ്ഞു, ഡാഡി IIM-ലൊന്ന് വരണം. IIM-ൽ വന്നു. അന്നേരം അവിടെ ഒരു അജിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുക. ബട്ട് പിള്ളേരെ ഒന്നും ഉപദ്രവിക്കുകയൊന്നുമില്ല. ബട്ട് ദേ ന്യൂ ദാറ്റ് മൈ ചിൽഡ്രൻ, സോ ദേ വെൻറ്റ് റൗണ്ട്. ബട്ട് മരിയ വാസ് സ്റ്റഡിങ് ഫോർ HR ആൻഡ് ഷീ ഫിനിഷ്ഡ് 1 year, സോ ഷീ കുഡ് അണ്ടർസ്റ്റാൻഡ് സെൻസ് വാട്ട് വാസ് ഹാപ്പനിങ്. ഞങ്ങൾ തിരിച്ച് കാറിൽ ഐ വാസ് driving them back home to have lunch and then I was going to go back. On the way, Maria പറഞ്ഞു, Daddy, you cannot correct this place. It's beyond repair. And that bad it was. So you should start a business school after your term here. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഡിസ്കസ് ചെയ്യാം, so don't worry. And I'll see whether I can correct it. But anyway, നമ്മൾ ബിസിനസ് സ്കൂൾ തുടങ്ങുന്ന കാര്യമൊക്കെ പിന്നെ സംസാരിക്കാം. അത് തീർന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ 22 or 23, I'm talking about 86, മദ്രാസിൽ ബ്രിട്ടീഷ് കൗൺസിലിന് ഒരു വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദേ ഇൻവൈറ്റഡ് മീ ആസ് ദ ചീഫ് ഗസ്റ്റ്. അപ്പം ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് പോകുമ്പോൾ ഞാൻ മരിയയോട് പറഞ്ഞു, മരിയ വാസ് ഇൻ മദ്രാസ്. ഐ സെഡ്, യു ഓൾസോ കം. ആൻഡ് ഷീ യൂഷ്വലി കംസ് whenever I go for a talk. If she is anywhere there, she comes to listen to me. So she also came. After the inauguration of the program, the British people invited us for dinner at Gymkhana Club. Maria was also there. And she was a very interesting conversationalist, and she became the center of the whole group in the discussion. അപ്പോൾ അവിടെ വെച്ച് these people were so impressed by her. They asked her, Maria, what are you going to do after your studies here? She said, I'll go for some further studies.
So then the chief, the deputy high commissioner asked her, you want to go to UK? അവൾ പറഞ്ഞു ആരാ യു കെക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഹാപ്പിലി. So then she said, you have how many months more? 8 months more. Be ready, we will have an ODA scholarship for you. Go to UK and study. ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ അവളെ ഹോസ്റ്റലാക്കാൻ വേണ്ടി തിരിച്ചു പോവാണ്. അടയാറിലാണ് ഇവരുടെ കോളേജ്. അവിടത്തേക്ക് പോകുമ്പോൾ ഒരു കോളേജ് അടുക്കാറാകുമ്പം, ഹോസ്റ്റൽ അടുക്കാറാകുമ്പം, maybe another 5 minutes, she asked me again, Daddy, you remember what I told you? I said, what? You told me several things. Which one is this? She could only speak in English. The business school. I said, what? You must start a business school after your 5 years with IIM Bangalore. And she said, as if somebody was prompting her to tell me, there was the hurry and the compulsion and the emotion with which she said, I was surprised. So when I landed her at the hostel, our last thing was, Daddy, don't forget what I told you, business school. അടുത്ത ആഴ്ച ഞാൻ കാണുന്നത് മരിയയുടെ ഡെഡ് ബോഡിയാണ്. She met with an accident and gone. So our last conversation was this, a business school. മരിയയുടെ ആക്സിഡൻറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ആക്സിഡൻറ്റ്, വെരി ഫ്രീക്ക് ആക്സിഡൻറ്റ്. അത് ഉണ്ടാകാൻ വലിയ പ്രയാസം, പക്ഷെ ഉണ്ടായി, മരിച്ചു പോയി. ഒക്ടോബർ 2 അവൾ ഫ്യൂണറൽ. ഞങ്ങൾ സിമെട്രി ബെറിയൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവളുടെ കോളേജിലുള്ള പിള്ളേരെ, മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, lined up both sides with an armband. Maria, you will live forever. That was what was it. Maria, you will live forever. ഇത് ഞാൻ കണ്ട് വരിക. പിള്ളേരെല്ലാം ഇങ്ങനെ ബോത്ത് സൈഡ്സ് ആർ ലൈൻഡ് അപ്പ് വിത്ത് ദിസ്. ഇത് കണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ചെയ്യുന്നത്? Then my nephew Thomas, who is now in America, comes and pats on my back and says, Uncle, see what these boys are saying. You must do something for Maria. And then I told you, I went home. നാട്ടിൽ പോയി 10-12 ദിവസം വീട്ടിലിരുന്ന അന്ന് ഞാൻ തീരുമാനിച്ചു, ഈ ആക്സിഡൻറ്റ് difficult to happen, but it was God's will. He gave her to us and He took her back. But He has gone with a message to me, Daddy, you must start a business school. അപ്പം ഞാൻ വിചാരിച്ചു, മേ ബി അവളെ അയച്ചതും തിരിച്ചെടുത്തതും ഈ ഒരു മെസ്സേജ് എനിക്ക് തരാനാണ്. And I must devote my life for that cause. So ഇന്നലെ വീട്ടിലിരുന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് I decided Zaim will be formed. And Zaim, the reason is I was part of building of XLRI, and so Xavier became part of me. And I also told അവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞു, I'm going to use Xavier. He said, of course you are a Catholic, you can use it. And we will only be happy if you use Xavier. So, Xavier Institute of Management and Entrepreneurship, really the inspiration was Maria. And I still think it's a message came from him. And if you look at തിരിച്ചു നോക്കിയാൽ ഞങ്ങൾ തുടങ്ങുന്ന ഒരു 10,000 രൂപ ആ ക്യാപിറ്റൽ 8 പേര് കൂടി ആണ് തുടങ്ങുന്നത്. ഞാൻ 7 പേരെ വിളിച്ചതാണ്. ആൻഡ് ഈവൻ അതിനകത്തൊരു വെരി ഇൻട്രസ്റ്റിംഗ് തിങ്, ഇറ്റ് ഹാസ് നെവർ ഹാപ്പൻ എനിവർ ഇൻ ദ വേൾഡ്. ഐ ടുക്ക് ദ ഇനീഷ്യേറ്റീവ്. ഐ ബിലോങ് ടു ദ പ്രൊഫഷൻ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ.
And I decided I will never make it mine. Don't want to make it the families. മരിയയുടെ പേരിൽ സൊസൈറ്റിക്കും യൂത്തിനും വേണ്ടിയുള്ള കോൺട്രിബ്യൂഷനാണ് ഇത്. So I decided I'll make it a very different institution. So I went and met the Archbishop of Bangalore, Director of St. John's, Father Percy, spoke to Director XLRI, Father Abraham, and his sister here, and I said, I want you to be, along with me, the founders, a layman inviting the religious to join in a venture which I am starting, and I have the responsibility to find the money. 4 religious. And then I called some of my friends. Particularly there was a great man there, Professor J.D. Chirail, great scientist from Indian Institute of Science, and a neighbor. So Professor Chirail, one General Joseph, very senior man, very, very senior man. And then I invited a small entrepreneur from Mangalore so that somebody from here also will be there. 4 laymen, 4 religious. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ് ലോകത്തിൽ. And I decided Zyme itself is a creation from above. So let the founders also be different in a different form. 10,000 രൂപയാ ആദ്യത്തെ ഡൊനേഷൻ വരുന്ന എൻ്റെ കുടുംബത്തിൽ നിന്നാണ്, മൈ എൽഡസ്റ്റ് ബ്രദർ. Second donation was from Maria's trust. There is a trust in her name. And then it started coming in, a lot of people. And I went around with a begging bowl. And I must say, looking at mostly it's Catholics, it's a lot of generous people, well-meaning people. നല്ല ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന്, എല്ലാവരുടെയും പേര് പറയാൻ പ്രയാസമുണ്ട്, പറയുന്നില്ല, ഹെൽപ്പ് ചെയ്തു, അങ്ങനെ ബിൽഡ് ചെയ്തു. ഈ ബിൽഡിങ്, ഈ ബാംഗ്ലൂരിലെ ബിൽഡിങ് തീരുന്നത് 2002 ജാനുവരിയിലാണ്. ജാനുവരി 1-ാം തീയതി ആർച്ച് ബിഷപ്പ് വാസ് കമ്മിങ് ടു ബ്ലസ്. അപ്പം ഞാൻ നേരത്തെ വന്ന് ആണ്ട് ലോണിൻ്റെ അങ്ങേയറ്റത്ത് പോയി നിന്ന് ബിൽഡിങ്ങിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത് ഐ ന്യൂ ഐ വിൽ ബിൽഡ് സംതിങ്, ബട്ട് ഐ നെവർ റിയലൈസ്ഡ് ഇറ്റ് വാസ് ഗോയിങ് ടു ബി സോ ഗുഡ്. I could not have done it. It's your creation. Honestly, this was my prayer. This is what I said. This is your creation. ആ 1 ഇപ്പം 3ആയി. ഇത് തന്നെ തുടങ്ങിയതിൻ്റെ 4 മടങ്ങായി. ഇവിടെ ഇപ്പോൾ 1,40,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് കൊച്ചിയും മദ്രാസും എല്ലാം ഒരിക്കലും ഞാൻ ഡ്രീം ചെയ്തതല്ല. I never thought this was going to happen. I began to think, as Maradona's famous saying, it was God's hand. I began to think it was God's hand which took me all over. നമ്മുടെ കാത്തലിക് വാല്യൂസും പ്രിൻസിപ്പിൾസും ഉൾച്ചേർത്താണ് സൈൻ തുടങ്ങിയത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതെങ്ങനെ പ്രൊഫസർ അത് സാധിച്ചു? ഞാൻ പറഞ്ഞ എൻ്റെ വില്ലേജ് വാസ് കാത്തലിക് മയമാണ്. CMI സ്കൂളും എൻ്റെ മാതാവ് പള്ളിക്കൂടം, ഞങ്ങൾ പള്ളിക്കൂടത്തിലെ മാതാവ് എന്നാണ് പറയുന്നത്. ഹെർ സ്റ്റാച്യു ഇസ് ഇൻ എ സ്കൂൾ അറ്റ് ദാറ്റ് ടൈം. ഞങ്ങളുടെ പ്രൈമറി സ്കൂളിലായിരുന്നു. പള്ളിക്കൂടത്തെ മാതാവ് എന്നാണ് പറയുക. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ ബ്ലഡ് സ്ട്രീം. ഇറ്റ് റൺസ് ത്രൂ. സോ ഞങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ ഇറ്റ് കുഡ് നോട്ട് ബി എനിത്തിങ് എൽസ്. ഇറ്റ് ക്യാൻ ഓൺലി ബി കാത്തലിക്. ഞാനിപ്പോൾ ഞങ്ങളുടെ അമേരിക്കൻ ഫാദർ ഏബ്രഹാമായിട്ട് ചിലപ്പോഴൊക്കെ പോകുമ്പോൾ, എല്ലായിടത്തും പോകുമ്പോൾ ആളുകളെ എന്നെ ഫാദർ ഫിലിപ്പ് എന്ന് വിളിക്കും, ഫാദർ എബ്രഹാമിനെ ഡോക്ടർ എബ്രഹാം എന്ന് പറയും. ഞാനൊരു അച്ഛനായിട്ട് പോലും പോകുമെന്ന് തോന്നുന്നു. എനിവേ, ദാറ്റ് അച്ഛൻ ഓർ ദ ചർച്ച് വാസ് ഓൾമോസ്റ്റ് പാർട്ട് ഓഫ് മീ. സോ ദെയർഫോർ ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കാത്തലിക് വാല്യൂസ്. ഒന്ന്, ഞങ്ങൾ തീരുമാനിച്ചു, ഇവിടെ ഈ ഡൊനേഷൻ, കോൺട്രിബ്യൂഷൻ, NRI, കോട്ട, no donation from a student or his father, never. No bribe, no reservation also.
This is one place and XLRI is another place where there is no reservation. Merit is the only consideration. But I'm happy that a lot of Catholic students studied here. Very many of them have come up very, very well. When I think of that, I'm extremely happy and I say, God, I could be of some help to large number of youth, Catholic youth, because it's institution. Today, ഇന്നിപ്പം ഞങ്ങൾക്ക് 420 സീറ്റുണ്ട്. അത് 500ഓളം ആകും. ഇപ്പോൾ ഇക്കൊല്ലം 500 ആവും. Because we are starting 2 new programs. 500 എണ്ണം പിള്ളേരെ. ഞാനായി ഈ മരിയയുടെ മരണം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ I told my wife, we won't get back Maria, she's gone. But I said, I will create every year hundreds of Marias in this country. Hundreds of Marias. And when I see these girls, ഞങ്ങൾക്ക് 60% പിള്ളേരെ ഇവിടെ highest percentage of പിള്ളേർ പഠിക്കുന്നത്, highest in any leading business school. It must be her influence. We don't have any reservation, but they make it. Girls. ഞാൻ ഓർക്കുന്നു 2014 there is a very coveted prize in the country which is based on a competition in Delhi which is conducted by AIMA, All India Management Association. ഈ 2014 it's an all big competition, IIMs and XLRI and SPJ and everybody participate, vigorously fought. ആ കൊല്ലം ഞങ്ങളുടെ 2 പിള്ളേർ ജയിച്ചു. And they are called champions of India. And ജയിച്ചത് പെൺപിള്ളേരാണ്. ഇക്കൊല്ലം ഞങ്ങൾ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഡീൻ പറഞ്ഞു, സാറേ ഇതൊന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു, എന്നാ? 10 ടോപ്പ് പിള്ളേരിൽ 9 പെണ്ണുങ്ങളാണ്. 10 ടോപ്പിൽ ഒരു ചെറുക്കനൊഴിച്ച് ബാക്കി എല്ലാം പെൺപിള്ളേരാണ്. And that is something special about this place. ആ സങ്കടത്തിൽ നിന്ന് കരകയറിയ പ്രൊഫസർ സൈമിൻ്റെ തുടക്കം കുറിച്ചു. സൈം പ്രൊഫസറിൻ്റെയും നമ്മളെല്ലാവരുടെയും പെറ്റ് പ്രോജക്റ്റാണ്. How did that come about? Thank you. Sime is always something very special. So I very quickly get warmed up, passionately involved in anytime I mention Sime. Okay. Said about founding, the 8 of us. We had no place to start. ഇവിടെയുള്ള കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി. അപ്പോൾ ഞാൻ IIM ഡയറക്ടർ ആയതുകൊണ്ട് എല്ലാവരും അറിയും. I was even in the board of Dharmaram or Christ College, I don't remember. So everybody, St. Joseph's knew me, all Catholic institutions knew me. So I thought I'll ask some of them. Did not work. So I spoke to ഞാൻ ആർച്ച് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ, എവിടെയാണ് തുടങ്ങുന്ന ഐഡിയ ഉണ്ട്, കാശ് കണ്ടുപിടിക്കാം, തുടങ്ങാൻ സ്ഥലമില്ലല്ലോ, കർത്താവ് പറഞ്ഞവരെ തലചായ്ക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ പിതാവ് പറഞ്ഞു, I'll speak to somebody. പിതാവ് spoke to St. Martha's Sisters. അപ്പോൾ സെൻറ്റ് മാർത്താസ് സിസ്റ്റേഴ്സ് പറഞ്ഞു, പ്രൊഫസർ ഫിലിപ്പ് ഒന്നു ഞങ്ങളോട് വന്ന് ഏതാ വേണ്ടത്, എന്നാ വേണ്ടത്. ആൻഡ് വൺ സിസ്റ്റർ പ്രമീല, we call her mother of the institution, was the superior. I go to Sister Pramila, and fortunately the chief of medicine was Dr. Francis, famous Dr. Francis. And Dr. Francis and Sister Pramila together, we discussed, and Sister Pramila said, we have an asbestos shed here, we can give it to you. Then Dr. Francis said, that is the shed where St. John's also started, using St. Martha's Hospital as the hospital. But staff were sitting here and classes were conducted. I said, that's also interesting. St. John's തുടങ്ങിയെടുത്ത് നമ്മളും തുടങ്ങുക. അപ്പോൾ സെൻറ്റ് ജോൺസിന് ഇത്രയും വലുതാണെങ്കിൽ നമ്മളും വലുതാകണം.
So as I said, thanks to this generous, large-hearted sister, Pramila, we got a place. And we operated from there ഒരു 3 കൊല്ലം അവിടെ നിന്നാണ് ചെയ്ത് പല പ്രോഗ്രാമും ഒക്കെ അവിടെ തുടങ്ങി ഒരു 1 year diploma program in management we started from there, very successful. We started sales and marketing program there, very successful. But അത് പോരാ, വലിപ്പം പോരാ. So we moved on to another school building near city corporation. അവിടെ വെച്ചാണ് ഞങ്ങൾ MBA തുടങ്ങുന്നത്. From there we moved on to Koramangala to Seva Sadan campus for a little more space, and Seva Sadan gave us a lot more space and playgrounds. അവിടെ I think we spent another 4 years. By that time we got land in Electronic City. അതും ദൈവാനുഗ്രഹ ഇലക്ട്രോണിക് സിറ്റി സ്ഥലം കിട്ടുക എന്ന് പറയുന്നതൊക്കെ it's almost unimaginable. So that executive director knew me, and then we applied. Somebody was helpful again. One gentleman called Karunakaran. He has the same initial as the old chief minister, K. Karunakaran. So through him we approached, and then we got the land, and then we needed money. And for that money, we went around with begging bowl, as I said earlier. And, people will start giving 10,000, 20,000, 50,000, 1 lakh kind of thing, but not big enough. And I was keen that our library should have the name Tata. So we approached the Tata Trust. So they said, no, ഞങ്ങൾ ഈ മാനേജ്മെൻറ്റ് കോളേജിനെ ഒന്നും സപ്പോർട്ട് ചെയ്യല്ല. സ്കൂളോ പ്രൈമറി സ്കൂളോ ആണ് ഞങ്ങൾ കാശ് കൊടുക്കും, ബട്ട് ഈ എലീറ്റ് സ്കൂളിനൊന്നും കൊടുക്കില്ല. ആടാ I tried. Then I asked our chairman, Sarosh Gandhi, who is a Parsi and who is well known to the Tata Group. I said, Sarosh, you try. He also failed. But I did not give up. As I used to say, I don't take no for an answer wherever possible. അപ്പോൾ ഒരിക്കൽ ടാറ്റ ട്രസ്റ്റുകാർ ഇവിടെ ബാംഗ്ലൂർ വരുന്നെന്ന് ഞാൻ കേട്ടു. അപ്പോൾ I asked for an appointment. So he knew എന്താ കാര്യമെന്ന്. അപ്പോൾ പറഞ്ഞു 15 മിനിറ്റ് തരാമെന്ന് പറഞ്ഞു. 15 മിനിറ്റ് തന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ ആളുടെ ചീഫ് ട്രസ്റ്റി ഓഫ് ദൊറാബ്ജി ടാറ്റാസ് ട്രസ്റ്റിനോട് ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം. അപ്പോൾ എൻ്റെ കൂടെ two very special people, Ambassador Ravindranathan and Professor Shastri, who is a very IT, very, very advanced, very senior man. ഞങ്ങൾ 3 പേരുടെ പോകുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, 1.25 മണിക്കൂർ കഴിഞ്ഞപ്പം Rosi Lala is the name, Rosi. So he's popular known as Rosi. He said, thank you, you win. I'll send you the check next week. So, and that way we got our library, Dorabji Tata Trust Library. I got the Tata name. അതുപോലെ തന്നെ I was anxious നമ്മുടെ ഓഡിറ്റോറിയം ഓബറോയ് പോയില്ല എന്നെ, കാരണം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇറ്റ് വാസ് സോ ഗുഡ്. സോ അപ്രോച്ച് ദം. ആദ്യം പറഞ്ഞത് ഞങ്ങളൊരു ക്ലാസ് റൂം എടുക്കാമെന്നാണ്. സി ദ വേ ഇറ്റ് വർക്ക്സ്. സോ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ക്ലാസ് റൂമാണ് ക്ലാസ് റൂം. 120 ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു, അതിനായിട്ട് 15 ലക്ഷം രൂപ ആയിരുന്നു. അപ്പോൾ അത് എഴുതി തന്നു, ഞങ്ങൾ എടുത്തോളാം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ I get a letter starting with Professor Philip, you remember the promise I made? We have reviewed it. My heart sank. I said, God, പോയല്ലോ. പിന്നോട് വായിച്ചപ്പോൾ I put it before the board, and board said, no, we should take the auditorium.
It's Professor Philip approaches, we should give it and we will fund it. So അങ്ങനെ ഓഡിറ്റോറിയം ഓവറോഡ് വെല്ലായി ആൻഡ് ദേ ഡൊനേറ്റഡ്. പിന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഓൺടർപ്രണർഷിപ്പിന് വേണ്ടി വേണം. കാരണം സൈം അല്ലേ, സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. So we thought we will approach the most famous entrepreneur of the city or in a country, Kiran Shaw. Kiran Majumdar Shaw, we went to her. Ambassador Ravindranath, because she studied in Australia. And Ambassador Ravindranathan was our ambassador there. So she also, ഞങ്ങൾ രണ്ടുപേരുടെ പോകുന്നത്. പോയി കിരണോട് പറഞ്ഞിങ്ങനെ തുടങ്ങുന്നുണ്ട്, ഒരു ക്ലാസ് റൂം ഡൊനേറ്റ് ചെയ്യണം. ഡൺ. ഇപ്പോൾ ആരെങ്കിലും ഇവിടെ കൂടെ നടന്ന് നോക്കിയാൽ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അന്ന് 4 ക്ലാസ് റൂമും കിരൺ ഷോയുടെ ക്ലാസ് റൂമും. ആ 4 ക്ലാസ് റൂമും ഓരോരുത്തർ തന്ന കാസിനോ ഗ്രൂപ്പ്, ഭഗീരഥ ഗ്രൂപ്പ്, a family close to us, Maran Kohli, which is he's well known. He's no more, but he's very well known in the community. And then a friend of mine, K.C. Mohan. So this really became a partnered institution with industry. Unusual. നമുക്ക് കാശൊന്നുമില്ല. Even things like cement. അന്ന് 120 രൂപയേ ഉള്ളൂ. 120 രൂപ was a big money at that time. 2000 ബിഗിനിങ്ങിലൊക്കെ 100. The India Cements man, Srinivasan, was known to me. He knows me very well. Srinivasan said, I'll give you at cost price. Angane, there were so many people who helped us to build this. And it just came quickly from here and there. I really don't know. It was not, that's when I said it was not my creation. It just worked. Everything fell in place. When we finished this building, we had surplus money. That was the most interesting part. അങ്ങനെ ഇൻഡസ്ട്രിയുടെയും ഫാമിലികളുടെയും ഫിലാന്ത്രോപ്പിസിൻ്റെയും ഒക്കെ ഹെൽപ്പോടുകൂടിയാണ് ഇത് ബിൽഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, the inauguration came, blessing. I stood at a corner of the building, looked at that, I said, God, this is not my creation. It's your creation. It's your grant, your gift to us. Maybe Maria would have interceded for us because we have not put her name here, but the Kochi auditorium is in her name, Maria Philip Auditorium. കൂടുതൽ വിവരങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. സമയം മൂലം നമ്മൾ ഇതിവിടെ നിർത്തിയാണ്. Thank you for talking to us so wholeheartedly. Thank you.